നമസ്കാരം. തിരുവനന്തപുരത്ത് മാളിനുള്ളിൽ വെച്ച് SFIക്കാർ വളഞ്ഞിട്ട് തല്ലിയ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഈ കുറ്റം ചുമത്തിയതിൽ പോലീസ് നൽകുന്ന വിശദീകരണം അതിവിചിത്രമാണ്. മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസ് എന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. പോലീസുകാരൻ ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരുന്നു FIR എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഒരു സംഘം അക്രമികൾ ചേർന്ന് ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് ശ്രമിക്കുന്നത് എങ്ങനെ ജാമ്യമില്ലാ കുറ്റമാകുമെന്നതാണ് ഉയർന്ന ചോദ്യം. മിഥുൻ റോയിയെ മർദ്ദിക്കാൻ എത്തിയത് SFIക്കാരാണ്. ഇതിനിടെ വലിയ പ്രകോപനമുണ്ടാക്കി. ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കായിരുന്നു ഈ പോലീസുകാരൻ. ഇതിനിടെ ഇടിവള ഉപയോഗിച്ചാൽ അതെങ്ങനെ ജാമ്യമില്ലാ കുറ്റമാകും? സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ മിഥുൻ നടത്തിയ ശ്രമമായിരുന്നു ഇത്. മിഥുനൊപ്പം ഉണ്ടായിരുന്ന യുവതി ചേട്ടാ അവന്മാരെ കൊല്ലെന്ന് ആക്രോശിച്ചതായും ഉണ്ട്. എന്നാൽ ഇത് ദൃശ്യ തെളിവുകളായി പുറത്തു വന്നിട്ടുമില്ല. ഇവിടെ ആ യുവതിയെ കേസിൽ പ്രതി ചേർക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്ന് വ്യക്തം. കേസിൽ പിടിയിലായ 2 SFI പ്രവർത്തകർക്കും ഇന്നലെ രാത്രിയിൽ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. വിനയ് പ്രകാശ്, സുർജിത്ത് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. രാത്രി തന്നെ പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു അവർക്കെതിരെ ചുമത്തിയിരുന്നത്. കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ ഈ ആക്രമണത്തെ പ്രതിരോധിച്ച പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റവും ചുമത്തി. ഇത് പോലീസിന് സംഭവിച്ച ഗുരുതര വീഴ്ചയെന്ന് വ്യക്തം. പോലീസുകാരനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ലെന്നാണ് റിപ്പോർട്ട്. പരാതിക്കാരുടെ മൊഴി പ്രകാരമാണ് കേസെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്ന് കമ്മീഷണർക്ക് കൈമാറും. അതേസമയം മിഥുനെതിരെ ജാമ്യമില്ലാ കുറ്റം പിൻവലിക്കുന്നത് സംബന്ധിച്ച് കമ്മീഷണറാകും തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മാളിനുള്ളിൽ വെച്ചാണ് കുടുംബവുമായി എത്തിയ പോലീസുകാരനായ മിഥുൻ റോയിയെ SFIക്കാർ ആക്രമിക്കുന്നത്. പുതുവത്സര തലേന്ന് ശംഖുമുഖത്തുണ്ടായ സംഘർഷത്തിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരനായിരുന്നു മിഥുൻ. ഇയാൾക്കെതിരെ SFI പ്രവർത്തകർ പരാതിയും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മാളിൽ വെച്ച് അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത്. അടികിട്ടിയ മിഥുനെതിരെ SFI പ്രവർത്തകർ നേരത്തെ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. SFIക്കാരുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് സേനയ്ക്കുള്ളിൽ വലിയ അമർഷത്തിന് കാരണമാവുകയും ചെയ്തു. ഞായറാഴ്ച വൈകിട്ടോടെയാണ് SFI പ്രവർത്തകരായ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതറിഞ്ഞ് SFI പ്രവർത്തകർ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിച്ചു. പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും അവസാന നിമിഷം അത് ഒഴിവാക്കിയായിരുന്നു. രാത്രി 11ഓടെയാണ് ഇരുവരെയും വഞ്ചൂരിലുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് പോലീസ് ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയത്. അതിനിടെ തുടർച്ചയായ ആക്രമണങ്ങളും പോലീസിന്റെ സമീപനവും കാരണം താൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് മിഥുൻ റോയ് പറയുന്നു. മാളിൽ SFI പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചത് മിഥുൻ റോയ് ആണെന്ന് ജില്ലാ സെക്രട്ടറി MA നന്ദൻ പറഞ്ഞു. എന്നാൽ ഇത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇതിന്റെ പ്രതികാരമാണ് തീർത്തതെന്ന് SFI സമ്മതിക്കുന്നു. 2023 ഓഗസ്റ്റിൽ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹെൽമറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് ഉൾപ്പെട്ട തർക്കം മുതൽ മിഥുൻ റോയ് നോട്ടപ്പുള്ളിയായിരുന്നു. ഈ കൊല്ലം പുതുവർഷാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും വിവാദമായി. മിഥുൻ റോയ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ പേട്ട ഭാഗത്തേക്ക് പോകുന്നത് കണ്ട SFIക്കാർ പിന്നാലെ കൂടിയത് ഈ വൈരാഗ്യം വെച്ചാണ്. ഇത് ഇനിയും തുടരാനും സാധ്യതയുണ്ട്. ശംഖുമുഖത്തെ സംഭവത്തിന് ശേഷം നാക്കിൽ ശസ്ത്രക്രിയയായതിനാൽ അവധിയിലായിരുന്നു മിഥുൻ. ഏതാനും ദിവസം മുൻപ് തിരികെ പ്രവേശിച്ച് വീണ്ടും 2 ദിവസത്തേക്ക് അവധിയെടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മാളിലെത്തിയത്. ബന്ധുവായ സ്ത്രീ ഒപ്പം വന്നതല്ല, മാളിൽ വെച്ച് കണ്ടതാണ്. കേസ് വന്നതോടെ അവരും കുടുംബവും മനോവിഷമത്തിലാണെന്നും മിഥുൻ പ്രതികരിച്ചിരുന്നു.